ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിരിക്കുന്ന അല്ലെങ്കിൽ വലിയ ചർച്ചകൾക്കൊക്കെ വിധേയമായിട്ടുള്ള ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ ഉണ്ട്. പ്രണീത് മോർ എന്ന് പറയുന്ന ഒരാൾ നടത്തുന്ന ഒരു ക്രൗഡിനെ വെച്ചുകൊണ്ടാണ് അവർ കോമഡി ഷോ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ ചോദിച്ചപ്പം ഹിമാൻഷു എന്ന് പറയുന്ന ഒരു 23-കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ 370 ബിരിയാണി ഇഷ്യൂവും അതേപോലെ തന്നെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കടാവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃതദേഹത്തെക്കുറിച്ച് പറഞ്ഞ തമാശയുമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നത് തമാശയുടെ പേരിൽ എന്തും വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു രീതിയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ക്രൗഡിൻ്റെ മനോഭാവവുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തെടുക്കുന്നത്. ഈ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോയുടെ ഭാഗം ഇവിടെ കൊടുക്കാം. तू बता क्या खाई? तो हमने चिकन बिरयानी खाई, वो भाई होगी 360-370 रुपए की, फिर वो कहते घर छोड़ाओ। मैं यार 370 रुपए लगे हैं, मैं वसूल का करूंगा। पीक गुड़गांव कंटेंट। ഈ പ്രണീത് മോറിന്റെ ഷോയില് അദ്ദേഹം ചോദിക്കുകയാണ്, അവിടെ ക്രൗഡുണ്ട്, ആ ക്രൗഡിനോട് ചോദിക്കുകയാണ് ഡേറ്റിംഗ് അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഈ വ്യക്തി ഹിമാൻഷു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അയാളൊരു 23-കാരനായ വെബ് ഡെവലപ്പറാണ്. ആവശ്യത്തിന് എഡ്യൂക്കേറ്റഡ് ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഡേറ്റിംഗ് അനുഭവം പറയുകയാണ്. തൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഒരു ദിവസം ഡേറ്റിങ്ങിന് വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് 360-70 രൂപയ്ക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കുകയാണ്. ബിരിയാണി മേടിച്ചു കൊടുത്തതിന് ശേഷം ഗേൾ ഫ്രണ്ട് പറഞ്ഞു, എന്നെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്ന വഴിക്ക് അദ്ദേഹത്തിന് തോന്നി, എന്തായാലും 370 രൂപയ്ക്ക് ബിരിയാണി മേടിച്ചു കൊടുത്തല്ലേ, അത് വസൂലാക്കണ്ടേ അല്ലെങ്കിൽ മുതലാക്കണ്ടേ എന്ന്. എന്നിട്ട് ഇത് മുതലാക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരു പാർക്കിൻ്റെ സൈഡിലോട്ട് വലിച്ച് കൊണ്ടുപോയി. ആ പെൺകുട്ടിക്ക് അവനോട് അത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു. എന്നിട്ടും അവൻ ബലമായി അവളെ ചുംബിക്കുകയും ശരീരത്തിൽ സ്പർശിക്കുകയൊക്കെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടത് അവന് ബുദ്ധിയില്ല, വിവരമില്ല എന്നൊക്കെ നമുക്ക് കരുതാം, അല്ലെങ്കിൽ അവനൊരു വൈകൃത മനോഭാവമുള്ള ചെറുപ്പക്കാരനാണെന്ന് നമുക്ക് കരുതാം. പക്ഷേ അതിന് ചുറ്റും ഇരുന്ന ആ ക്രൗഡ് ഈ പറയുന്നത് കേട്ട് അട്ടഹസിക്കുകയാണ് ചെയ്തത്. ഈ പ്രണീത് മോർ ഉൾപ്പെടെ ഇതെല്ലാം കേട്ട് ചിരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ അകത്ത് ഇവൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ മജോറിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവാണ്. കാരണം എന്നിട്ട് അവിടെ പോയി ഇരുന്ന്, നോർത്ത് ഇന്ത്യയിലാണ് ഇത് നടക്കുന്നത്, അത് സ്വാഭാവികമാണ്. അവിടുത്തെ ഇത് ഒരു സ്ത്രീക്ക് ഒരു 370 രൂപയുടെ വിലയാണോ അവൻ കണ്ടത്? അല്ലെങ്കിൽ ഒരു ബിരിയാണി മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ സമ്മതമില്ലാതെ അവളുടെ ശരീരത്തെ സ്പർശിക്കാം എന്ന ഒരു ചിന്താഗതിയാണോ ഇവിടുത്തെ മനുഷ്യർക്കെല്ലാം ഉള്ളത്? അവന് എനിക്ക് തോന്നുന്നത് എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു ജോലിയുണ്ട്, ഇതൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ പറയുന്നത്. എന്താണ് ഈ ഇന്ത്യയിൽ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവായിട്ടാണ് ഇവരെല്ലാം കാണുന്നത്. നോർത്ത് ഇന്ത്യയിലെ മനുഷ്യരൊക്കെ ഇങ്ങനെയാണെന്ന് നമുക്ക് കരുതാം. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കേരളത്തിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമെന്ന്. ആക്ച്വലി അവിടെ നടന്നിരിക്കുന്നത് ഒരു റേപ്പ് അറ്റംപ്റ്റ് ആണ്. കാരണം അവളുടെ സമ്മതമില്ലാതെ, അവൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിന്നിട്ട് പോലും അവൻ സ്പർശിക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടത് 370 രൂപയുടെ ബിരിയാണി മേടിച്ചു കൊടുത്ത് അവളെ ചുംബിക്കുകയും ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് പരസ്യമായി വിളിച്ച് പറഞ്ഞ് രസിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഞാനിവിടെ കണ്ടത്. ജയ് ജയ് ജയ ഹേ എന്നും അതേ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമകളിലൊക്കെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ജയ് ജയ് ജയ ഹേ സിനിമയിൽ അവളെ അടിച്ചതിന് ശേഷം കൊണ്ടുപോയിട്ട് അവൻ ഇഷ്ടപ്പെട്ട ഇടിയപ്പം തന്നെ ഇവർക്ക് മേടിച്ചു കൊടുത്ത് സമാധാനിപ്പിക്കുന്ന ഒരു സമൂഹത്തെ കണ്ടതാണ് നമ്മൾ. സംഭവമാണ് ഇതും. എനിക്കും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പം എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് ജ്യൂസോ ഫുഡൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. ഇവരാരും നമ്മളെ ഒരു മോശമായ രീതിയിൽ കാണുകയോ അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും പണം മുടക്കിയത് കൊണ്ട് നീ എനിക്കത് മുതലാക്കി തരണം എന്ന രീതിയിൽ നമ്മളോടൊന്നും സംസാരിച്ചിട്ടില്ല. ഈ മോഡേൺ കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. എന്നിട്ട് അവൻ എന്താണ് ഇങ്ങനെ പറഞ്ഞതും ആ സമൂഹം എന്താണ് ഇങ്ങനെ ചിരിച്ചതും എന്ന് പറയുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇടേണ്ടതുണ്ട്. ഇപ്പം എന്തായാലും അവൻ്റെ ജോലിയും കൂലിയൊക്കെ പോയി അവൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും പിന്നെ
അവനെതിരെ FIR എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാലും ഈ ചിന്താഗതിയെയാണ് നമ്മൾ നോക്കി കാണേണ്ട ഓരോ മനുഷ്യരുടെയും. ഞാനൊരു ഹൗസ് വൈഫാണ്, ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്, ഞാൻ ആവശ്യത്തിന് എഡ്യൂക്കേറ്റഡുമാണ്. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നില്ല എന്ന് കരുതി എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ചിലവിന് തരുന്നതും ഒക്കെ. നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വീട്ടിൽ, ഹസ്ബൻഡിനും വീട്ടുകാർക്കും എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് അവർ ചോദിച്ച് മേടിക്കേണ്ട ഒരു അവകാശമല്ല അവരുടെ. നീ എന്തായാലും നിനക്ക് ഞാൻ ചിലവിന് തരുന്നതല്ലേ, അതുകൊണ്ട് നീ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നേ പറ്റത്തുള്ളൂ, നീ എൻ്റെ മക്കളെ നോക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറയാനൊന്നും ആർക്കും അവകാശമില്ല. ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഔദാര്യമായിട്ട് മാത്രം അവർ കണ്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള റൈറ്റ് പോലെ തന്നെയാണ് അവർക്കുള്ള റൈറ്റ്. ഇപ്പം ഞാനാണെങ്കിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ എന്താണ്, നമ്മൾ രണ്ടും വർക്കിംഗ് മെമ്പേഴ്സാണ്. അപ്പം ഞാനിതെല്ലാം ചെയ്തു വെച്ചിട്ട് എൻ്റെ ഭർത്താവിനെ കുളിച്ചൊരുക്കി നിർത്തിയിട്ട് പോകണം എന്നൊന്നും ആർക്കും പറയാനുള്ളതില്ല. ഞാൻ ചെയ്തു കൊടുക്കുന്നത് എനിക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇതിൽ ഞാൻ ചെയ്തു കൊടുക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് തന്നെയാണ് ഉള്ളത്. നിനക്ക് ഞാൻ ചിലവിന് തരുന്നുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ശരീരത്തിൽ സ്പർശിക്കാനും അദ്ദേഹത്തിനൊന്നും അവകാശമില്ല. ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ആണെങ്കിലോ ആർക്ക് വേണമെങ്കിലും നമ്മുടെ കൺസെൻറ്റ് ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കാനുള്ള അവകാശം ഇല്ല. അതിപ്പോൾ ആർക്കാണെങ്കിലും അത് ഒരു റേപ്പ് അറ്റംപ്റ്റ് ആയിട്ട് നമുക്ക് തന്നെ കണക്കാക്കാൻ പറ്റും. വീഡിയോയിൽ നമ്മൾ കാണുന്നത് കുറേ ക്രിമിനൽ മനോഭാവമുള്ള മനുഷ്യരെയാണ്. കാരണം ഒന്ന്, ഇത് പറയുന്നത് കേട്ട് ചിരിക്കുന്ന കുറേ മനുഷ്യരവിടെയുണ്ട്. ഈ പറയുന്നവൻ്റെ തെറ്റ് അത് കേട്ട് ചിരിച്ച് അട്ടഹസിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആ മനുഷ്യരുടെ തെറ്റുണ്ട്. ഇത് പിന്നെ പ്രണീത് മോർ എന്ന് പറയുന്ന ആ സ്റ്റാൻഡപ്പ് കൊമേഡിയനും ഇത് കേട്ടിട്ട് രസിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ആൾക്കാർക്കെല്ലാം എന്താണ് ഈ ചിന്താഗതി എന്ന് പറയുന്നത്? ഇവർക്ക് ഇത് ശരിക്കും റേപ്പ് അറ്റംപ്റ്റ് ആണെന്ന് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാകും. എന്നിട്ട് പോലും ഇവർക്ക് അതൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ലേ എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. നമ്മൾ ഇതെവിടെ നിന്നാണ് ഇത് മാറ്റേണ്ടത്? നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യാനും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പം നമ്മൾ എന്താണ് ശരി തെറ്റ് എന്ന് വളരുന്നത്. പിന്നെ ഒരു സമൂഹമുണ്ട്. നമ്മൾ നമ്മുടെ കുട്ടികളെ സമൂഹത്തിലോട്ട് ഇറക്കി വിടണം. നമ്മളുടെ ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിൽ ശരിയും തെറ്റുകളും നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നാലാണ് ഇതൊക്കെ മാറത്തുള്ളൂ. ഈ ചിന്താഗതികളൊക്കെ മാറേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വളർത്തിയെടുത്തുകൊണ്ട് വരണം. അതേപോലെ തന്നെ ഈ ഷോയിൽ തന്നെ വേറൊരു പരാമർശമുണ്ടായി. ഒരു മെഡിക്കൽ വിദ്യാർത്ഥി നമ്മുടെ സ്കെൽറ്റൻ അല്ലെങ്കിൽ ഒരു മൃതദേഹത്തെക്കുറിച്ചും ഒക്കെ ഇവരെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പം അവർ ആ മൃതദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരു തമാശയാണ് പിന്നെ വൈറലായിട്ടുള്ളത്. അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പും കൂടെ ഞാൻ ഇവിടെ കൊടുക്കാം. ഇതിന്റെ फिर ऊपर एब्डोमेन काटा, हाँ, फिर स्कल काटा और फिर लास्ट में जो भी है रिप्रोडक्टिव ऑर्गन. तू पक्का डॉक्टर है या कसाई है? और कोई जोक भी मारते तभी एकदम सीरियस रहते सब लोग. जोक भी मारते क्या? इसके दिमाग में कुछ नहीं है? व्हाटएवर जो भी साइज वगैरह जो क्या साला तुम लोग ये सब बातें कहते हो? बेचारे चाचा ने नोबेल कॉज के लिए अपनी बॉडी डोनेट की है और बच्चे लोग भाई चाचा छोटा है सही हम कैसे डोनेट करेंगे? हर रोज सोचेंगे हमारे नहीं कर सकता सही चलेगी. ഈ വീഡിയോയിൽ അവർ പറയുന്നത് തൻ്റെ കടാവറിനെ കുറിച്ചിട്ട് തൻ്റെ മൃതദേഹത്തിൻ്റെ ഓരോ സ്വകാര്യ ഭാഗങ്ങളെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് താനും തൻ്റെ കൂട്ടുകാരികളും ചിരിക്കാറുണ്ടെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഈ ഷോയിൽ ഇങ്ങനെയുള്ള ലൈംഗിക ചുവയുള്ള ഓരോ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞ് അതിന് ചുറ്റുമുള്ള മനുഷ്യരും ഇതൊക്കെ കേട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇത് മനസ്സിലാകാത്തത് ആ സമൂഹം മൊത്തം ഇങ്ങനെയാണോന്നാണ്. കാരണം ഇത് എഡിറ്റ് ചെയ്തവർക്ക് ബോധമില്ലേ? അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കേട്ട് നിൽക്കുന്ന എല്ലാവരും ഇതിന്ന് ചിരിക്കുകയാണ്. നമ്മൾ ആ വീഡിയോയിൽ കാണാം, നമുക്ക് ആ തട്ടഹസിച്ചാണ് ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് എന്താണ് തമാശ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ കൂടുതൽ കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തിനേയും ഒരു തമാശയായി കാണാൻ പറ്റുന്ന ഒരു സമൂഹമാണ് ഈ വളർന്നു വരുന്നത്. ഈ പെൺകുട്ടി എന്ന് പറയുന്നത് MBBS ഡോക്ടർ ആവുന്ന ആളാണ്. ഇവരുടെയൊക്കെ മുന്നിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത് എന്ന് ഓർക്കണം. അതേപോലെ തന്നെ നേരത്തെ മുന്നേ കണ്ട ഹിമാൻഷു എന്ന് പറയുന്ന വ്യക്തി ഒരു വെബ് ഡെവലപ്പറാണ്. ഇതെല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്.
എൻ്റെ അഭിപ്രായത്തിൽ കോമഡിക്ക് അതിരില്ല എന്നൊക്കെ നമ്മൾ വിളിച്ച് പറയെങ്കിലും മനുഷ്യത്വത്തിനും മാന്യതയ്ക്കും ഒക്കെ അതിരുകളുണ്ട്. വ്യൂസിനും ലൈക്കിനും സബ്സ്ക്രിപ്ഷനും ഒക്കെ വേണ്ടിയിട്ട് എന്തും വിളിച്ച് പറയുന്ന ഒരു ട്രെൻഡ് ഇപ്പം നമുക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. അത് തെറ്റാണ്. ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ അവരെല്ലാം നമുക്ക് തിരുത്തായിരുന്നു. പക്ഷേ അവിടെയുള്ള എല്ലാവരും ഇത് കണ്ട് തട്ടഹസിക്കുകയാണ് ചെയ്യുന്നത്. ചിരിച്ചു തള്ളുന്ന നമ്മൾ ആ സമൂഹത്തെ തന്നെയാണ് പിന്നോട്ട് നയിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിക്കുന്ന പ്രണീത് മോറ പിന്നീട് ഇൻസ്റ്റാഗ്രാമിലൂടെ പരസ്യമായി മാപ്പ് പറയുകയുണ്ടായി. പക്ഷേ ഒരു ചോദ്യമുണ്ട്, കോമഡിയുടെ പേരിൽ നമ്മൾ എന്തും സഹിക്കേണ്ടതുണ്ടോ എന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല. ബൈ.